തുടർമാനമായി ചിന്തിച്ചു വരുന്ന വേദഭാഗത്തിലേക്ക് ആമേൻ നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായമാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. We've been studying the last few weeks from the book of Colossians chapter 2. And verse 1 and 2 എന്ന് വായിച്ചാട്ടെ. We've been in verses 1 and 2. If someone can read that for me. മതി, ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നൊരു ഭാഗമാണ് ചിന്തിച്ചു വരുന്നത്. We've been studying the first phrase, for I know how great its struggle or how hard I've been contending for you. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? Are you with me this morning? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കു ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറ. അത് വിളിച്ചൊന്ന് പറ, കേൾക്കണേ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവ് സഹായിക്കട്ടെ. How hard I am contending for you. May God help us. How hard am I contending ഈ ഒരു for you? ഭാഗമാണ് ആത്മാവിൽ ചിന്തിച്ചു That we വരുന്നത്. have been studying this in the ഇതിനകത്ത് Spirit. എന്താണ് പ്രാർത്ഥന എന്നൊരു ഭാഗമായി വ്യക്തമായി ചിന്തിച്ചു We've been വന്നത്. clearly learning what is this prayer. പ്രാർത്ഥനയുടെ വിവിധ തലത്തിലുള്ള 5 വിധ കാര്യങ്ങൾ നാം ചിന്തിക്കും. We have studied 5 different things about prayer. അതിലേക്ക് ഞാൻ വീണ്ടും സ്തോത്രം അങ്ങനെ പോകുന്നില്ല. അതുകൊണ്ട് വേഗത്തിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞ് ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. I'd like to continue teaching these things. അതിനകത്ത് നാം അവസാനം പറഞ്ഞ് നിർത്തിയത് പേഴ്സണൽ സ്പിരിച്വൽ എക്സാമിനേഷൻ, സ്വാത്മ പരിശോധന എന്നൊരു And the വാക്കാണ്. last thing we spoke about last week is a personal spiritual examination. എന്ന് പറയാം ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. Meaning Galatians chapter 6 verse 4. But let each one test his own work. മക്കളെ ആ ഒറ്റ വാക്ക്, ഓരോരുത്തരും താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യും. Let each one test his own work. കഴിഞ്ഞ ആഴ്ച ശോധന എന്താണെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ We clearly discussed what this examining ആ is. നിലവാരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ നിങ്ങൾക്ക് സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. That I believe you are able to do this in your prayer and that you are blessed. എല്ലാ നിലവാരത്തിലെ കർത്താവ് That may സഹായിക്കുമാറാകട്ടെ. God bless you all. ആമേൻ. നോക്കിക്കേ, ആമേൻ. ഈ പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ വളരെ വ്യക്തമായ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുന്നുവെന്ന് വളരെ വ്യക്തമായി ആത്മാ പറഞ്ഞിരിക്കുകയാണ്. The Spirit has clearly told us that there's an anointing of prayer that will come upon ആ us. നിലവാരത്തിൽ തന്നെ നാം മുൻപോട്ട് പോകും. And we are moving accordingly. എത്ര പേർക്ക് എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം വീണ്ടും വേണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? I'm going to say, Lord, I need a new prayer ഈ life. പറഞ്ഞ നമുക്കെല്ലാം ആഗ്രഹമുള്ളവരാണ്. We all desire this. പക്ഷേ പൗലോസ് പറയുന്ന ബൈബിൾ ഉയർന്ന നിലവാരത്തിനകത്തേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലം And കയറാം. as Paul says, we must also enter the higher അപ്പോൾ realms. തെഫിൽ എന്നൊരു വാക്കാണ് നാം കണ്ടത്. And we've been seeing the word tefillah. അതിന് സെൽഫ് ഇവാലുവേഷൻ എന്നൊരു പദം നമ്മൾ കണ്ടു. That it's the word self-evaluation. അതിന്റെ 5 അർത്ഥങ്ങളാണ് നാം പഠിച്ചത്. That there are 5 meanings of this. അതിന്റെ ശോധന എന്നൊരു എക്സാമിൻ ചെയ്യുന്ന അർത്ഥം കൂടെ വിശദമായി നാം ചിന്തിക്കാൻ We studied what this examining is. ശ്രദ്ധിച്ച് കേൾക്കുക. Listen carefully. ഈ തെഫിൽ എന്ന വാക്കിന് മറ്റൊരർത്ഥത്തിൽ ഇങ്ങനൊരു അർത്ഥമുണ്ട്: അപ്പനും മക്കളും തമ്മിലുള്ള
ഒരു ബന്ധം. That this tefille is also used to describe a relation between a father and his child. ഇങ്ങനെ പറയാം, കൂട്ടായ്മയുടെ ബന്ധം എന്ന് പറയും. That we can say a relationship of fellowship. എന്ന് പറഞ്ഞാൽ വേർപിരിയാൻ കഴിയാത്തൊരു ബന്ധമാണ് പ്രാർത്ഥനാ മുറിയിൽ അപ്പനും മക്കളോട് ബന്ധം പോലെ. വേർപിരിയാൻ ഇനി കോടതി വിധിച്ചാലും എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞാലും ആ ബന്ധത്തെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. വേർപിരിക്കാൻ ആർക്കും That കഴിയത്തില്ല. no matter who accuses, that relation cannot be broken between ഞാൻ them. പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ. മനുഷ്യൻ എത്ര ലോകത്തിൽ നിന്ന് മക്കളെ വേർതിരിച്ചാലും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വേർതിരിച്ചാലും ആ ബന്ധങ്ങൾ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അതിന് ഒരിക്കലും വേർപിരിക്കാൻ That കഴിയത്തില്ല. even if people physically leave us, that relation cannot be broken. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു വിശുദ്ധൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ തെഫിൽ എന്ന വാക്കിനകത്ത് പറയുന്നത് അതുപോലെ രക്തബന്ധത്തെക്കാളും വലിയ ബന്ധമാണ് വീണ്ടെടുക്കപ്പെട്ട രക്തത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്. So when a saint prays, much greater is that relation with him and the Father. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. കൂട്ടായ്മയ്ക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു ദിവസം പാസ്റ്റർ പ്രസംഗിച്ചതാണ് കൊയിനോണി എന്നൊരർത്ഥമാണ് Then the കാണുന്നത്. New Testament has a word for fellowship, koinonia. ഇങ്ങനെ പറയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അസാധാരണമായ കൂട്ടായ്മയാണ്. In other words, you can say that prayer is an extraordinary fellowship. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഒത്തിരി നാളിന് ശേഷം നമ്മുടെ ഒത്തിരി നല്ല അല്ലെങ്കിൽ പഴയ ഒരു കൂട്ടുകാരിയെ നമ്മൾ പോയി കാണുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഒത്തിരി നാശം നാട്ടിലേക്ക് പോയി കാണുമ്പം നമ്മുടെ ഹൃദയത്തിനകത്തൊരു സന്തോഷം ഉണ്ടാവത്തില്ല. That when we see an old friend, that there's a great love that we have for them. പാസ്റ്റർ ഒരുമിച്ചിരിക്കാൻ കാരണം എന്നായിരുന്നു വന്ന ഗ്ലാഡിസ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സന്തോഷം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആ ഒരു ചിന്തിച്ച് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ അതങ്ങ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കുറച്ച് നാൾ പിരിഞ്ഞതിന് ശേഷം വന്ന് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ. Joy when we reconnect with someone after a long time. പ്രാർത്ഥനാ മുറി അടുത്ത ആഴ്ച കർത്താവിനെ കാണുമ്പോൾ കുറച്ചുകൂടെ അധികം സന്തോഷമാണെന്ന് പറഞ്ഞ അടുത്ത ആഴ്ച കയറുന്ന കാര്യമല്ല ഞാൻ I'm not talking about waiting till next week to increase in that. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്നേഹബന്ധത്തിന്റെ സന്തോഷമാണ് ഇവിടെ എന്തായിരുന്നു ആ ഒന്നു ചേരുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് ഏത് നിമിഷവും ഒരു വിശുദ്ധൻ അനുഭവിക്കുന്നത്. That is the joy that a saint experiences when he gathers together like that. ഈ കൂട്ടായ്മ എന്ന വാക്കിന് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. That word is fellowship. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു അസാധാരണ മക്കളെ ഈ ദൈവവുമായിട്ട് നമ്മൾ ദൈവം എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും എന്ന് പറഞ്ഞാൽ മരണത്തിന് ഒതുക്കി വെക്കുവാൻ കഴിയാത്ത, കല്ലറയ്ക്ക് ഒതുക്കി വെക്കുവാൻ കഴിയാത്ത, മരണമേ നിന്റെ ജയം എവിടെ, മർമ്മന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച, പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച, പിശാചിന്റെ തലയെ തകർത്ത, അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന അൺസീനായിട്ടുള്ള എല്ലാ റലത്തിന്റെ മേൽ ജയമേറ്റെടുത്ത ആ കർത്താവായ ദൈവത്തെ ഒറ്റ വാക്കുകൊണ്ട് സകലം നിർമ്മിച്ച ആ ദൈവം പറയുന്നത് ഒരുവൻ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായി ഞാൻ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക്, ഒരു ഫെലോഷിപ്പിനകത്തേക്ക് ഞാൻ കയറുകയാണ്. God who has done great things and will continue to do great things says if one will enter the prayer room that I will be found with him. വിളിച്ചാൽ നിങ്ങൾ വിളി കേൾക്കും. Meaning if you call, he hears. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഉദാഹരണം, ഒരു അനുഭവം കടന്നു വരിക. An experience comes to mind. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് അരുണാചൽ പ്രദേശിൽ നടന്നൊരു സംഭവമാണ്. Some time ago there was something that happened in India, Arunachal Pradesh. In a land in India. Yeah, actually ആ സ്റ്റേറ്റിൽ നടന്ന കാര്യം ഞാൻ ചെവി കൊണ്ട് കേട്ട അനുഭവമാണ്. That's something I heard simply. അവിടെ ഒരു വിശ്വാസിയായ ഒരു സഹോദരി. That a sister who is a believer. സ്തോത്രം ഒരു കുടുംബം ആ സഹോദരി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. That family came to the faith. തന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇന്നും സ്തോത്രം മറ്റൊരു റിലീജിയൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. That their husband believes in another religion. പക്ഷേ ഇദ്ദേഹം ഒരു ഹയർ പോലീസ് ഓഫീസറാണ്. But he is a police officer. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം, ഒരു ഹയർ പോലീസ് ഓഫീസർ. He's a higher police officer. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാരക രോഗമുണ്ടായി. That he has a great sickness that comes upon him. ഇദ്ദേഹത്തിന്റെ വൈഫ് യേശുവിനെ ആ സമയത്ത് കാണുന്നതൊക്കെ. His wife saw Jesus. അപ്പോൾ ഈ സഹോദര ഉള്ളത്തിൽ അസാധാരണമായ സമാധാനം പകരുകയാണ്. And peace comes upon him. ഈ ഫെലോഷിപ്പിനകത്ത് ദൈവത്തിന്റെ ഒരു ആഴമേറിയ ഒരു ശബ്ദം കേൾപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. We're talking about fellowship with God with that peace. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എവിടെ പോകാം, നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. And the sister says, okay, let's go to the prayer with the husband. അദ്ദേഹം പറഞ്ഞു, എവിടെ പോയാലും ഞാൻ പോകത്തില്ല. But the husband says, I'm not going there. കാരണം അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പിതാവ് വിശ്വസിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഈ മതം ഇന്ത്യയിൽ ഒരു ഫോറിൻ മതം എന്ന രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. They believe this is some
foreign item there. They നമുക്ക് don't മനസ്സിലാക്കാൻ believe that. അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. പക്ഷേ ആ കാരണത്തിൽ അദ്ദേഹത്തിന് ഇത് ചിന്തിക്കാൻ പോലും We കഴിയത്തില്ല. cannot even fathom this. പക്ഷെ വൈഫ് പോകുന്നതിന് അദ്ദേഹത്തിന് വിഷയമില്ല. And the wife is not a മക്കൾ problem. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി. And so he goes to all these doctors. പക്ഷെ ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും ഏത് ഹോസ്പിറ്റലിലും ഒരു സൗഖ്യം അദ്ദേഹത്തിന് കൊടുക്കാൻ But no കഴിയുന്നില്ല. doctor, medicine, or hospital was able to heal him. അവസാനം അദ്ദേഹം സ്തോത്രം ഒരു ദിവസം രാവിലെ തന്നെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു ഡോക്ടറെയും കൂടെ കാണണം, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം And he അവസാനിപ്പിക്കും. says to his wife, I want to see one more doctor, then I'm done. പക്ഷേ താൻ ഒരുങ്ങി രാവിലെ പുറത്തു വന്ന് കസാരയിൽ And so he got ready and was sitting in the ഈ morning. വൈഫ് എന്തോ പറഞ്ഞെന്നറിയാമോ? And do you know what the wife said? ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുക, ഞാൻ വിശ്വസിക്കുന്ന യേശുവിനെ ഒന്ന് വിളിക്ക്, ആ യേശു നിങ്ങൾക്ക് സൗഖ്യം That തരും. the wife says, call upon my God, I'm asking you one more പക്ഷേ time. ഇദ്ദേഹത്തിന് He'll heal ഈഗോ you. കാരണത്തെ വിളിച്ചില്ല. And yet not tell them he didn't വൈഫ് call. അകത്തേക്ക് പോയ സമയത്ത് ഇദ്ദേഹം വൈഫ് കേൾക്കാതെ യേശുവേ എന്നൊരു വാക്ക് തന്റെ വായിൽ നിന്ന് പുറത്തു And വന്നു. when his wife left the room, without his wife knowing, he calls upon the name of നിങ്ങൾ Jesus. പെന്തക്കോസ്തുകാരെ വിശ്വസിച്ചാലും ഇങ്ങനെ അദ്ദേഹം തിരിച്ചു കേട്ടത്, സ്തോത്രം, നീ എന്നെ വിളിച്ചുവോ? But the Pentecostals, whether you believe it or not, he hears a voice saying, did you call me? ഇദ്ദേഹം വീണ്ടും തിരിഞ്ഞു നോക്കി, Again, he looks around. ആരെയും കണ്ടില്ല. He doesn't see അവൻ anyone. വീണ്ടും വിളിച്ചു, യേശുവേ. Again, he calls Jesus. വീണ്ടും ചോദിക്കാം, നീ എന്നെ വിളിച്ചുവോ? And he's asking, did you call ഇദ്ദേഹം me? മൂന്നാമതും ചോദിച്ചു. And a third time. അവൻ വീണ്ടും ഈ ശബ്ദം തന്നെ കേൾക്കുക. Again, he hears the voice. അവൻ ഇദ്ദേഹത്തിന് അറിയാം, അറിയാത്ത യേശുവിനെ ഇദ്ദേഹത്തിന് വിളിച്ചാൽ വിളി കേൾക്കുന്ന And യേശുവാണ്. this Jesus whom he doesn't know hears his ഇന്ന് voice. പകൽക്കാലം ആത്മാവ് ദൈവസഭയുടെ ഒരു കാര്യം Today, പറയാം. let me say in the Spirit. യേശുവിനെ കുറിച്ച് പരിജ്ഞാനമില്ലാത്തൊരു വ്യക്തി അങ്ങനെ വിളിച്ചപ്പോൾ വിളി കേട്ടെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയാൽ ആ ഫെലോഷിപ്പ് ഉണ്ടെന്ന് ആത്മാവിൽ ദൈവസഭ And മനസ്സിലാക്കണം. the church should understand, if one who has no knowledge of God and he hears, how much more will God ഇന്ന് hear പകൽ us? എത്ര പേർക്ക് വിശ്വസിക്കാൻ Can you കഴിയുന്നുണ്ട്? believe that today? പിതാക്കന്മാരുടെയൊക്കെ കാലയളവിൽ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. That I've heard in the days of our ആമേൻ, forefathers. സ്തോത്രം. ആമേൻ. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ആമേൻ, അറിയെങ്കിൽ ഒന്ന് പറയണം പാസ്റ്റർമാരെ. അതായത് ഒരു അനുഭവം, ഒരു പിതാവ് ശുശ്രൂഷ കഴിഞ്ഞ് താൻ കടന്നു പോകുന്ന ഒരു വലിയൊരു കാട്ടാനയുടെ മുൻപിലെത്തി. ഓർമ്മയുണ്ടോ? അറിയാമോ സംഭവം? ആ കാട്ടാന മുൻപിൽ താൻ ഉറക്കെ അവിടെ നിന്നുണ്ട് ഹല്ലേലൂയ എന്നൊരു പദം പറഞ്ഞപ്പോൾ സ്തോത്രം, ഓടി വന്ന ആന എന്ത് ചെയ്യുന്നറിയാമോ? അവിടുന്ന് തിരിച്ചു പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. ആരെന്നറിയോ? മേ ബി ആയിരിക്കാം. അപ്പം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. അങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഏത് നിമിഷത്തിലും ഉറക്കം നിലവിളിച്ച് ഹൃദയംഗമായ അപ്പാ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ, Meaning, if you would wholeheartedly call upon God. ഫെലോഷിപ്പിനകത്ത് അടുത്തിരുന്ന് ഇപ്പൊ ഗ്ലാഡിസ് മോൻ അച്ഛ എന്ന് വിളിക്കുന്ന പോലെ കേൾക്കുവാൻ തക്കവണ്ണം ഒരു ഫെലോഷിപ്പാണ് കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് There's പറയുന്നത്. an intimate fellowship that can be found with God. പക്ഷേ അതിന് പഴയ നിയമത്തിൽ കൂട്ടായ്മ ഫെലോഷിപ്പ് എന്നൊരു പദത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തില്ല. In the Old Testament, we don't see this word fellowship. പക്ഷെ അതിന് പകരമായി പ്രയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമുക്ക് കാണാം. But there are some similar words we can see. അതിനെ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. 94 സങ്കീർത്തനം 20 വാക്യം. Psalms 94 verses 20. എല്ലാവരും എടുത്തേ. ഓക്കെ, ആ ഒരു വാക്ക് സഖ്യത എന്നൊരു വാക്ക് കാണാൻ കഴിയും. അവിടെ കണ്ടോ ഫെലോഷിപ്പ് എന്നുണ്ടോ? സഖ്യത. We see the word fellowship പക്ഷെ there. അതിന്റെ ആ ഒരു റിയൽ മീനിങ് അല്ലത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഫെലോഷിപ്പിന് വേണ്ടി സഖ്യത എന്നൊരു കൊയിനോണി നല്ല സഖ്യ എന്നൊരു വാക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. Proverbs chapter 3 verse 32 ഒന്ന് നോക്കിക്കേ. Look at Proverbs 3 verse 32. നീതിമാന്മാർക്കോ ഓക്കെ, അവന്റെ സഖ്യം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു വാക്കിനെ കാണാൻ കഴിയും. സഖ്യത എന്നൊരു സഖ്യത്വം, സഖ്യത എന്നൊരു വാക്ക് കാണാൻ That we കഴിയുന്നത്. see the word here, adornment there. ഈ സഖ്യത എന്നൊരു വാക്കിന് കാണാൻ കഴിയുന്ന ഒരു ട്രാൻസ്ലേഷൻ പ്രകാരം ഇന്റിമേറ്റ് ഫെലോഷിപ്പ് This friendship is a intimate friendship. എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ഫെലോഷിപ്പ്. That it's an intimate fellowship. ഇനി പാസ്റ്റർ ജെറമിയെ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുക. ആമേൻ, സ്തോത്രം. പാസ്റ്റർ ജെറമി, ആമേൻ, ദൈവം തന്ന കൂട്ടാളിയാണ് ഗ്ലാഡിസ് എന്ന് പറഞ്ഞത്. ഇന്റിമേറ്റ് ഫെലോഷിപ്പ്. And Pastor Jeremy's wife Gladys is God's gift to him, an intimate fellowship. അപ്പം ഒരു എഴുത്ത് ലെറ്റർ എഴുതുവന്നിരിക്കട്ടെ. And let's say he writes a letter. ഗ്ലാഡിസ് എഴുതോ മൈ ബിലവഡ് എന്ന് എഴുതോ? Would he write Gladys or my beloved? എന്ത് എഴുതുന്നേ? My beloved. യെസ്. അല്ലെ, ധൈര്യത്തോടെ പറഞ്ഞോ? അല്ലെ, പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ? My beloved. യെസ്. അതെന്താ കാര്യം? Why is that? അതൊരു ഇന്റിമേറ്റ് ഫെലോഷിപ്പാ. That it's an intimate relationship. സ്തോത്രം.
ഇങ്ങനെ ആർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അച്ഛാ എന്നോട് ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പ് എന്ന് കാണിച്ച് എന്നെ പ്രിയതമേ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആഗ്രഹമില്ലേ? സ്നേഹത്തോടെ പറയാനുള്ള അവകാശം ഭാര്യമാർക്കുണ്ട്. തീർച്ചയായും പറയണം. The wives, if you desire this, you should tell your husband. നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നു. സ്തോത്രം. നോക്കിക്കേ, പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പ്. That's an intimate fellowship. എന്റെ ഭർത്താക്കന്മാരെ, നിങ്ങൾ അങ്ങനെ ഭാര്യമാരോട് ഇന്റിമേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം. Husbands, you should use intimate words with your wife. ഇതൊരു കൗൺസിലിംഗ് ഒന്നുമല്ല, ഇത് സംഭവിക്കേണ്ട കാര്യമാണ്. These are things that should happen. കുടുംബ ജീവിതത്തിൽ സ്തോത്രം എന്താ പറയുക, ആ നിലവാരത്തിൽ വാക്കുകൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. That such words should be used. ഭാര്യമാർ ഉപയോഗിക്കണം, ഭർത്താക്കന്മാർ Both ഉപയോഗിക്കണം. husbands and wives should use those words. നിങ്ങൾ പിണക്കം തോന്നാനല്ല ഞാൻ ഈ കാര്യം പറഞ്ഞു. കരങ്ങൾ കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. Lift your hands and praise അതങ്ങനെ God. തന്നെ നമുക്ക് ഉണ്ടാകേണ്ട ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാകേണ്ട That കാര്യങ്ങൾ. should happen in our life. നമ്മുടെ ഈ കാര്യങ്ങൾ ഇതിന്റെ കൂടെ വരേണ്ട, അല്ലെങ്കിൽ ഞാൻ കൂടെ അങ്ങ് പറഞ്ഞു. But I'm just saying this along the way. അപ്പോൾ അവിടെ പറയുന്നത് മൈ ഡിയറസ്റ്റ്, മൈ ബിലവഡ്, സ്തോത്രം എന്നുള്ള വാക്കുകൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. That this fellowship or friendship is using words like my dear or my beloved. അപ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു വിശുദ്ധന്റെ ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ ഇന്റിമേറ്റ് ഫെലോഷിപ്പ്. So the relationship one has with his prayer room is an intimate relationship. അപ്പോൾ ഈ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പിന് പുതിയ നിയമത്തിൽ പറയുന്ന ഒരു വാക്കാണ് അഗാപേറ്റോസ് എന്ന് പറയുന്ന ഒരു വാക്ക്. And in the New Testament, this intimate fellowship will be the word agape. അഗാപേറ്റോസ്. Agapetos. അഗാപേറ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And he uses the word agapetos. മത്തായി സുവിശേഷം 17 അധ്യായം 5 വാക്യം നോക്കിക്കേ. Matthew 17 verse 5. ഈവൻ എന്റെ പ്രിയപുത്രൻ. That this is my beloved son. ബിലവഡ് സൺ എന്ന് ഉപയോഗിക്കുന്നത്. That he uses the word beloved son. അവിടെ പറയുന്ന വാക്ക് അഗാപേറ്റോസ് എന്നൊരു വാക്ക് That he ഉപയോഗിക്കുന്നത്. uses the word agapetos. എന്റെ ഒറ്റ ചോദ്യം ഇവിടെ ഉണ്ട്. There's one question. പുത്രനായ ക്രിസ്തുവിന്റെ മേൽ സ്തോത്രം തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ കൊടുത്ത പുത്രത്വത്തിന്റെ അതേ ആത്മാവിനെ അല്ലേ പുതിയ നിയമ സഭയായിരിക്കുന്ന എന്റെ നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നത്? That isn't it the same sonship that has been given to you and I, the church? അല്ലേ? ആണ്, അതങ്ങനെ തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ഒരുവൻ കയറുമ്പോൾ ദൈവം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ എന്താ എന്നെ നിങ്ങളെ വിളിക്കുന്നത്? മൈ ബിലവഡ് ജെറമി, മൈ ബിലവഡ് ഫിനി എന്നൊരു പദമാണ് സ്വർഗ്ഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ അഗാപേറ്റോസ് എന്നൊരു പദം ഉപയോഗിക്കുന്നത്. ഓക്കേ, അത് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 1 അധ്യായം 7 വാക്യം എടുക്കാം, ഒരാൾക്ക് 1 കൊരിന്ത്യർ എടുക്കാം. Romans 1:7 and another person 1 Corinthians. Yeah. Romans 1 verse 7. റോമയിലുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരും. To all those in Rome who are loved by God and called to be saints. അത് ഈ വാക്യം തൊട്ട വാക്ക് അത് 1:6 ആണോ? ഓക്കെ, എനിവേ റോമയിലുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു പദത്തെ കാണാൻ കഴിയും. It says here who are loved by God. എന്ന് പറഞ്ഞ വിശ്വാസികൾ ദൈവത്തിന്റെ എത്ര വാക്യം? 1-3 സോറി 3 വാക്യം നോക്കിയേ, വേഴ്സ് 3. നോക്കിയേ, റോമിൽ ദൈവത്തിനു പ്രിയരും. ആ വാക്കുണ്ടോ? റോമയിൽ ദൈവത്തിനു പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധ. ദൈവത്തിന്റെ പ്രിയരെന്ന ദൈവജനത്തെ കുറിച്ച് അവിടെ അപ്പൊ നോക്കിയ അഗാപേറ്റോസ് എന്നൊരു വാക്ക് വളരെ വ്യക്തമായി പറയുക. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയിലെ പ്രാർത്ഥനാ മുറിയിലെ ദൈവമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ ചിന്ത ഹൗ ഐ ആം കണ്ടന്റിങ് ഫോർ യു. എത്ര നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അതാണ് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചിന്തിക്കുന്നത്. പ്രാർത്ഥനാ മുറിക്കകത്ത് ആത്മനിയോഗത്തോടെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വ്യക്തമായി ബന്ധത്തെ മനസ്സിലാക്കണം. ബന്ധങ്ങളെ മനസ്സിലാക്കാതെ ഇടപെട്ട നമുക്ക് ആ നിലവാരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നോക്കിക്കേ, നമുക്കൊരു വ്യക്തിയുമായി ആഴത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഏത് നിലവാരത്തിലും ആ വ്യക്തിയോട് നമുക്ക് ഇടപെടുവാൻ കഴിയും. ആമേൻ. പക്ഷേ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് വിട്ട് ഇടപെടുത്തുള്ളൂ. പകൽക്കാലം ആത്മാവിൽ മനസ്സിലാക്കേണ്ടത് അഗാപേറ്റോസ് എന്ന് പറയുന്ന വാക്ക് പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കും. ദൈവം കാണുന്നത് എന്റെ പ്രിയപ്പെട്ടത്, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയരായ ദൈവമക്കൾ എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച്, സ്വർഗം നമ്മളെക്കുറിച്ച് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം 17 വാക്യം നോക്കിയേ. 1 Corinthians 4 verse 17. നോക്കിയേ, അവിടെ ഒരു ആത്മീയ ബന്ധത്തിൽ
ലോകത്തിനകത്തും പൗലോസ് ഉപയോഗിക്കുന്ന സെയിം വാക്കാണ് എന്റെ പ്രിയപുത്രനായ തിമോത്തിയോസ്. Notice that even in a spiritual relation, Paul calls Timothy my beloved and faithful child. എന്റെ ഒരു ചോദ്യമുണ്ട്. What is the question അയ്യോ, there? ഒരു ലോകത്തിൽ മക്കളെ ഞാനും മോനും തമ്മിൽ ആത്മീയ ബന്ധമുണ്ട്. That there's a spiritual relation അപ്പൊ ആ between us. ബന്ധത്തിന് ഞാൻ ഡിയറസ്റ്റ് ജെറമി എന്ന് വിളിച്ചാൽ അത്രയും ഒരു സ്നേഹബന്ധം That to എനിക്കുണ്ടെങ്കിൽ, call him dearest Jeremy, there must be a deep relation. മക്കളെ അത്രയും ഒരു സ്നേഹബന്ധം എനിക്കുണ്ടെങ്കിൽ, That if there's that much of a അയ്യോ relation, ഞാൻ യേശുവിനോട് ഒരു ആത്മാവിലുള്ള ബന്ധം കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ ബന്ധം വെച്ചാൽ എന്നെ അപ്പൻ അഗാപ്പേറ്റോസ് പ്രിയപുത്രനെ എന്ന് വിളിക്കാതിരിക്കുമോ? that will my heavenly Father not also call me his beloved when I have that എത്ര relation? പേർക്ക് ആഗ്രഹമുണ്ട്? I'm just desire എത്ര that പേർക്ക് അങ്ങനെ prayer. ഒരു ആഗ്രഹമുണ്ട്? We must have that. മക്കളെ യൗവനക്കാരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? Young people, you must desire that. കർത്താവുമായിട്ട് അങ്ങനെ സ്നേഹബന്ധത്തിലേക്ക് കയറാൻ That we ആഗ്രഹമുണ്ട്. must enter that relation with him. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, Could you pray right now? ഒന്ന് പ്രാർത്ഥിച്ചേ. Could you pray? ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാതിരിക്കുന്ന എല്ലാ മേഖലകളും യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ ക്യാൻസൽ That anything hindering the word of God from entering their hearts, we cancel that. ശുശ്രൂഷ അറിയാൻ പറ്റുന്നുണ്ട്. ആമേൻ, തോന്നുന്നു ഭയങ്കര റീബൗണ്ട് That there's a great യേശുവിന്റെ rebound നാമത്തിൽ. in the spirit right now. ആമേൻ, ആ തലം ഇതിനകത്ത് മാറട്ടെ. That let that be gone, that ആ spirit. വിധിക്കുന്ന എല്ലാ ഹൃദയങ്ങളും യേശുവിന്റെ നാമത്തിൽ Every മാറിപ്പോകട്ടെ. spirit of accusation be gone. യേശുവിന്റെ In മാറിപ്പോകട്ടെ. the name of Jesus be gone. Yes, Lord. Yes, Lord. ഈ വചനം അങ്ങ് സ്വർഗത്തിൽ നിന്ന് തന്ന വചനമാണ്. Lord, this is a word you've given from the heavens. ഏത് ശക്തിയാൽ എഴുതിയോ അതേ ശക്തി ഇന്ന് പകലിനകത്ത് That വെളിപ്പെടും. whatever power is written may be revealed in that അതൊരു power. പ്രസംഗ മത്സരം നടക്കുന്ന വേദിയല്ല. That this is not a speech competition. ദൈവവചനം സംസാരിക്കുന്ന സമയമാണ്. That this is the word of God being ഏത് spoken. ശക്തിയാൽ എഴുതിയ ആ ശക്തി അത് വെളിപ്പെട്ടു With വരട്ടെ. the power that was written would be ഇവരുടെ manifest മൈൻഡ് here. പരിശുദ്ധാത്മ With പിടിക്കപ്പെടട്ടെ. the minds be captured by the Spirit. പരിശുദ്ധ മൈൻഡ് പിടിക്കപ്പെടട്ടെ. With the Holy Spirit take minds. പ്രാർത്ഥനയ്ക്ക് മുന്നേറാൻ കഴിയാതെ ഏകാഗ്രത ഇല്ലാതാക്കി മാറ്റുന്ന സകല ദുഷ്ടചിന്തകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു Every പോകട്ടെ. wretched thought be gone. ഈ അഞ്ചാമത്തെ പകലിൽ പ്രാർത്ഥന അഭിഷേകമേൽ This പകരപ്പെടട്ടെ. fifth morning may the anointing of prayer ദൈവമായിട്ടുള്ള fall. ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രാർത്ഥനാ മുറികൾ യേശുവിന്റെ നാമത്തെ ബന്ധത്തെ മനസ്സിലാക്കട്ടെ. Any chains in the prayer room be gone. ഒന്ന് പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. Could you pray with us? ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Could you pray in the Spirit for a moment? പ്രാർത്ഥന മുന്നേറാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് Those പ്രാർത്ഥിച്ചേ. who desire to overcome in prayer, could you pray? യേശുവുമായിട്ട് ആയിട്ട് ബന്ധത്തിലേക്ക് ഒന്ന് കയറിയേ. To enter into your first love with the Lord. Yes, Lord. We submit ourselves. ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന നസ്രന യേശുവിന്റെ നാമത്തിൽ ദൈവ വചനത്തിന് തടസ്സമായി നിൽക്കുന്ന ശുശ്രൂഷ തടസ്സമായി നിൽക്കുന്ന ദേശാധിപതി ശക്തിയുടെ ചിന്തകളുടെ മേഖലകളെ എല്ലാ അൺവാണ്ടഡ് ചിന്തകളിട്ട് ജനത്തിന്റെ ഹൃദയത്തെ വ്യാകുലപ്പെടുത്തുന്ന മേഖലകളെ യേശുവിന്റെ നാമത്തിൽ we are casting out the spirit from here in the name of Jesus Christ of Nazareth. Rama Shekerebeteria. യേശുവിൻ നാമത്തിൽ ഈ വിഷയത്തിന്റെ കോറിലേക്ക് നമ്മൾ കയറുകയാണ്. That we're entering the core of this message. എനിക്കറിയാം ആ നിലവാരത്തിലേക്ക് കയറാൻ കഴിയാതെ പിശാച് ഉറപ്പായിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ടു. That the enemy is trying to hinder your അതുകൊണ്ട് thoughts. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിൽ എന്നാ സന്തോഷമാണെന്ന് അറിയാം. And if you would discern this, how great there be joy in your prayer എന്ന് പറഞ്ഞാൽ room. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരോട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് പോലെ That just as I desire to spend time with those whom I love, ആ സ്നേഹത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നിനും വേറെ ടൈം സ്പെൻഡ് ചെയ്യാൻ that if you would പറ്റത്തില്ല. be captivated by His love, you would not spend time in പക്ഷെ anything else. എവിടേക്കോ പിശാച് നമ്മുടെ ഹൃദയത്തെ അവൻ വശീകരിച്ചു And കൊണ്ടുപോയിരിക്കുക. yet somewhere the enemy has snatched our hearts. പക്ഷെ ദൈവം പറയുന്നു എനിക്കൊരു അഗാപ്പേറ്റോസ് ആ ഒരു ബന്ധത്തിലേക്ക് എനിക്കൊന്ന് And കയറണം. yet the Lord says, I want to enter into agapetos അങ്ങനെയുള്ള with ചില you. യൗവനക്കാരെ എനിക്ക് ഇതിനകത്ത് വേണം. That the Lord wants some young people അങ്ങനെയുള്ള like that. സഹോദരിമാരെ എനിക്ക് ഇതിനകത്ത് The വേണം. Lord wants some sisters like അങ്ങനെയുള്ള that. ശുശ്രൂഷന്മാരെയും സഹോദരന്മാരെ എനിക്ക് ഇതിനകത്ത് The വേണം. Lord wants some ministers like that. ഒരാഴത്തുള്ള പ്രേമ ബന്ധത്തിനകത്ത് കയറുന്ന പ്രാർത്ഥനാ മുറി എനിക്ക് വേണം. That the Lord is desiring some first love in the prayer room. യേശുവിന്റെ In the നാമത്തിൽ name of Jesus. യേശുവിൻ In the നാമത്തിൽ name of ഇന്ന് Jesus. പകൽ ആ ബന്ധം മനസ്സിലാക്കി കർത്താവിനോട് This സംസാരിക്കണം. morning may we discern the relation and speak with the Lord. Amen. Amen. നോക്കിക്കേ, ഇങ്ങനെ പറയാം, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ എലേജയെ ഒന്ന് സ്തോത്രം ഒന്ന് പേടിപ്പിച്ചാൽ ഓടി അഭയം പ്രാപിക്കുന്നത് തനിക്ക് ഏറ്റവും അധികം അല്ലെങ്കിൽ ബന്ധമുള്ളവരുടെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഓടി വന്ന് പറയാം ഡാഡി എന്ന് പറഞ്ഞ് ഓടി വന്ന് എൻ്റെ അടുത്ത് ഓടി വന്ന് നിൽക്കുമെന്ന് That if പറയാം. Elijah becomes afraid of something, he quickly runs to me and says, "But Dad," and he calls upon
me. അതിനെന്താ കാരണം? Do you know why? ഞാനുമായിട്ടുള്ള ബന്ധം ഉള്ളിനുള്ളവൻ അറിയാം. Because in his heart he knows that അത് relation with his dad. മാത്രമല്ല, അവനെ സംരക്ഷിക്കുന്ന ബോധ്യം അറിവിനകത്തുണ്ട്. Not only that, he has a revelation that I will save him. ആത്മാവിൽ യുദ്ധം ചെയ്യാൻ എത്ര പേർക്ക് This morning, how does one wage war? നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാവുന്ന എത്ര പേർ That if you would wage war, there's a God who saves. നിങ്ങളുടെ ഭവനങ്ങൾ കർത്താവിന്റെ സ്നേഹത്താൽ That പൊതിയപ്പെടട്ടെ. may your homes be wrapped in the love of God. പ്രാർത്ഥനയാൽ നിങ്ങളുടെ ഭവനങ്ങൾ May പൊതിയപ്പെടട്ടെ. your homes be wrapped in prayer. അഗാപെറ്റോസ് എന്ന് പറയുന്ന ഒരു So ബന്ധം. that is what this agapetos is. എഫേസ്യ ലേഖനം 5-1 വാക്യം കാണാം. Ephesians 5 verse 1. അവിടെ പൗലോസ് നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മക്കൾ ആയതുകൊണ്ട്, That he says, as beloved children of എന്ന് God. പറഞ്ഞാൽ അവരതിനെ തിരിച്ചറിയാൻ പറയുക. Meaning he's saying discern that. ഇപ്പൊ ഞാൻ പറയാം, ജോഷേ നീ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുത്രനാ. That if he says, Josh, you're a child of God. പാപ്പി നീ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുത്രനാ. You're the most beloved of God. ആമേൻ. മോൾ ശോഭന ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുത്രിയാ. You are a daughter of God. ആമേൻ. യൂപ്പാസ് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുത്രനാ. The most beloved son of God. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ? Why do I say that? പൗലോസ് പറയും നിങ്ങളത് അറിയണം. Paul says you should discern that. നിങ്ങളത് അറിയണം. You should know that. ജീസസ്. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. You are the children of God, beloved. പോലെ ദൈവത്തിന്റെ അനുകരിപ്പ്. നിങ്ങൾ അതങ്ങ് വിശ്വസിച്ച് അവനെ അനുകരിക്കണമെന്ന് പറയാം. Therefore know and now be imitators of ആമേൻ. him. ആ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ മുമ്പോട്ട് പോകും. Quickly keep going. ആമേൻ. കൊലോസ്യ ലേഖനം 3-12 വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. Colossians 3:12, put on then Yeah. as God's chosen ones, holy and beloved. Yes, മതി മക്കളെ. ദൈവത്തിന്റെ തിരഞ്ഞെടുത്തവരായ, അടുത്ത വാക്കുതോ, വിശുദ്ധരും പ്രിയരുമായി. ആമേൻ. പ്രിയപ്പെട്ടവരുമായ എന്നൊരു വാക്ക് കാണാൻ കഴിയും. എന്ന് മക്കളെ, ദൈവം തെരഞ്ഞെടുത്ത് നമ്മളെ കുറിച്ച് പറഞ്ഞേ, ദൈവത്തിന്റെ തിരഞ്ഞെടുത്തവരായ വിശുദ്ധരും നിങ്ങൾ That പ്രിയപ്പെട്ടവരുമാണ്. he says about us that we are chosen and beloved. എന്നെ കേൾക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ കേൾക്കുന്ന വിശുദ്ധന്മാരെ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. Saints who are in the prayer room, you are beloved. അപ്പൊ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, So now there's a question. കർത്താവേ എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? God, why aren't you hearing my ആമേൻ. prayers? സ്തോത്രം. അതിനും നമ്മൾ സ്തോത്രം പറയണം. And for that we ought to praise God. അതുകൊണ്ടാണ് നാം ഇത്രത്തോളം വന്നു ചേരാൻ ഇടയായി. And that is why we've come thus far. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ മുൻപോട്ട് പോകും. നോക്കിക്കേ, അടുത്ത 1 യോഹന്നാൻ ലേഖനം 3-2 വാക്യത്തിൽ കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. 1 John chapter 3 verse 2, we see another thing there. പ്രിയമുള്ളവരെ, Beloved, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു. we are God's children now. അഗാപെറ്റോസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. Again, the word agapetos. പ്രിയമുള്ളവരെ. Beloved. നോക്കിക്കേ, ആ ഒരു വാക്കാ ദൈവം യോഹന്നാൻ അവിടെ ദൈവമായിട്ടുള്ള ബന്ധത്തിനു വേണ്ടി ആഴത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാത്. That is the word John used to describe the relation ആമേൻ. there. യോഹന്നാന് പ്രിയമുള്ളവരാണെങ്കിൽ പ്രിയമുള്ളത് എങ്ങനെ വന്നതെന്ന് അറിയാമോ? Do you know how they became John's beloved? ദൈവ സ്നേഹത്തിൽ ഒരുവൻ പ്രിയപ്പെട്ടതായുണ്ടല്ലോ, കൂട്ട് സഹോദരനും അതുപോലെ ആയിരിക്കും. That if one is loved by God, then their co-brother will also be that way. നല്ലൊരു ഹല്ലേലൂയ ഞാൻ എത്ര പേർക്ക് പറയാൻ Could കഴിയും? we say praise God for that? സ്തോത്രം. കൂട്ട് സഹോദരൻ പ്രിയപ്പെട്ടതല്ലാത്ത കാരണം എന്താ? Then do you know why the brother is not his ദൈവം beloved? പ്രിയപ്പെട്ടവരാകാത്തത് കൊണ്ടാണ്. Because they are not loved by God. സ്തോത്രം. ദൈവം പ്രിയപ്പെട്ടതായാൽ നമ്മുടെ കൂട്ട് വിശ്വാസികളും കൂട്ട് സഹോദരൻ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറിയിരിക്കും. If we are loved by God, then our brothers and sisters are also going to be ours to ഓക്കേ, love. ഞാൻ മുൻപോട്ട് പോകുക. Quickly keep going. യൂദയുടെ ലേഖനം 1-3 വാക്യം കാണാൻ കഴിയും. Jude chapter 3 verse അവിടെ 3. പറ, പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് എഴുതുവാൻ ശ്രമിച്ചു. Beloved, although I was very eager to write അവരുടെ to you. ആത്മീയ സ്നേഹബന്ധമാണ് That is കാണുന്നത്. another spiritual അപ്പൊ love. നോക്കിക്കേ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. Now listen very അവിടെ carefully. പറ, പ്രിയമുള്ളവരെ, അഗാപെറ്റോസ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട, my beloved son, എന്റെ പ്രിയപുത്രൻ എന്നൊക്കെയാ വിളിക്കുന്നത്. That beloved, it says a beloved son. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, Now there's a കർത്താവേ, question. ഞാൻ നിനക്ക് ഇത്ര പ്രിയപ്പെട്ടവനാണെങ്കിൽ That if I'm so beloved to you, God, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം എങ്ങനെ God, ഇടപെടുന്നത്? how do you deal with your beloved? പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ച് ബുദ്ധിയുള്ള കേൾക്കുക. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം എങ്ങനെ ഇടപെടുന്നത്? How does God deal with his beloved? എങ്ങനെ ഇടപെടുന്നത്? വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് Daniel chapter 3 verse 10. ആമേൻ. സ്തോത്രം. അതിന്റെ 11-ാം വാക്യം നോക്കിക്കേ. Verse 11. എന്താ? Daniel chapter 10 verse 11. അവൻ എന്നോട്, ഓ ജീസസ്. And he said to me, "O Daniel, man greatly ഇനി നിങ്ങൾ ആ loved." വാക്യം എല്ലാവരും ഇങ്ങോട്ട് നോക്കിയ, പിന്നെ ബൈബിളിലേക്ക് ഇന്ന് നോക്കിക്കേ. അവൻ എന്നോട്, എന്റെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. Daniel, my greatly beloved. ഇത് സ്വർഗം അവനെ വിളിക്കുന്ന പേരാണ്. Heavens call him this.
Come on, church. Come on now. എത്ര പേർക്ക് ഇത് How മനസ്സിലാവുന്നുണ്ട്? much are understanding this? ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ നീ ശ്രദ്ധിച്ച് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. Understand the words I speak to you. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. Stand upright now, I have been sent to അവൻ ഈ you. വാക്ക് കേട്ട് ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ വിറച്ചുകൊണ്ട് നിവർന്നു. And when he had spoken this word to me, I stood up ഞാൻ trembling. മുഴുവൻ വായിക്കാൻ കാരണം ഇപ്പൊ മനസ്സിലായോ ആരാ പ്രിയപുത്രനായ ദാനിയേലിനെ വിളിച്ച ആരാ? സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദമാണ് ഈ വാക്കെന്ന് And പറയുന്നത്. who is it that calls him the beloved? Is the voice of the heavens. പ്രിയപുത്രൻ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? And what does the beloved do? അതിനെ 12 വാക്യം നോക്കിയാൽ Verse 12. ഇങ്ങനെ പോലെ പ്രിയപുത്രനെ നീ ഭയപ്പെടേണ്ട. Fear not, Daniel. അടുത്ത വാക്കെന്താ? ആ ആ ആ മതി. ഇത്രയല്ല എന്റെ മുഖത്തെ നോക്കിയേ. And you never look at me now. എന്റെ പ്രിയപുത്രനായ ദാനിയേലേ, That Daniel, my beloved, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുന്നമേ നിനക്ക് മറുപടി അയച്ചതാ. that before you would even pray, I gave you ഇനി an പറ, answer. പ്രിയപുത്രന്മാർക്ക് മറുപടി ഉണ്ടോ? Now, is there an answer for his beloved? ഉണ്ടോ? Is there? പ്രിയപുത്രന്മാർക്ക് മറുപടി ഉണ്ട്. Beloved, is there an answer for us? പ്രിയപുത്രന്മാർക്ക് മറുപടി ഉണ്ട്. There is an answer for his beloved. പ്രിയപുത്രന്മാർക്ക് മറുപടി ഉണ്ടോ? Young people, is there an answer for his beloved? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയപുത്രൻ മറുപടി ഉണ്ടോ? Is there an answer for his beloved? നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഇന്ന് തോന്നത്തില്ല. Maybe today it's not that പക്ഷേ great. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അപ്പാ എന്നൊന്ന് വിളിച്ചാൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. But in the hardship of life, there's a God who comes down. ആർക്കും നിങ്ങൾക്ക് കൂട്ടില്ലെങ്കിലും ആരും നിങ്ങളെ സഹായിപ്പാനില്ലെങ്കിലും അപ്പാ എന്നൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കായി ഉണ്ട്. But there's a God who comes down for you if no one is there. ഇന്ന് നിങ്ങൾക്ക് പറയാൻ മമ്മിമാരുണ്ട്, പപ്പമാരുണ്ട്. Today, you have your mom and dad to tell you നിങ്ങൾക്ക് things. യൂത്ത് പാസ്റ്ററുണ്ട്, പാസ്റ്ററുണ്ട്. You have a youth pastor and a നിങ്ങൾക്ക് regular യൂത്ത് pastor. ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് You have നിങ്ങൾക്കുണ്ട്. all your departments. പക്ഷെ ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കും. And yet there's a day coming when none of that will be enough. അതങ്ങ് ഞങ്ങളെല്ലാം ആ വഴി കടന്നു That വന്നവരാ. we've all been through that. അങ്ങനെ ഉണ്ടാകും മക്കളെ. That will happen. കാരണം ദൈവം ആരെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിക്കാൻ ദൈവത്തിന് ആഗ്രഹം. Because God wants to show you who He is. ഉറപ്പം നിങ്ങളുടെ ജീവിതത്തെ തെളിയിച്ചിരിക്കും. God will reveal it. നിങ്ങൾ ഇനി ദൈവത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം ആരെന്ന് നിങ്ങളുടെ ജീവിതം Whether തെളിയിക്കും. you believe Him or not, God will reveal Himself അതുകൊണ്ട് to you. ഒറ്റയ്ക്ക് നിങ്ങൾ ദൈവമാക്കും. That God will make you alone. കൂട്ടത്തിൽ ഒത്തിരി കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ലോൺലിനെസ് അനുഭവിക്കും. And out of your friendship, you will experience ഇത് loneliness. ഞാൻ നിങ്ങൾ ചിന്തിക്കരുത് പാസ്റ്റർ കേസ് അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇത് സംഭവം അത് ഉള്ളതാണ്. This isn't a curse, this is the കാരണം truth. ദൈവം ആരെ നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചേ So പറ്റൂ. that God will reveal who He is to you. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളെ ബിലവഡ് അഗാപെറ്റോസ് ആ ഒരു ബന്ധത്തിലേക്ക് കയറാൻ നിങ്ങളെ ആഗ്രഹമാണ്. God desires that you would enter into this agapetos. അതിന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, ആ സ്നേഹബന്ധത്തിലേക്ക് എന്നെ കയറ്റണം. എത്ര പേർക്ക് ആഗ്രഹം? മക്കളെ, നിങ്ങൾ ഇന്ന് കരം ഉയർത്തിയേ. Could you lift your hands, young people? നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലോ കരം ഒന്ന് ഉയർത്തിയേ. That even if you don't understand, could you lift your hands? ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കരം ഉയർത്തിയേ. All the young people, could you lift your hands? അമ്മ മക്കളെ കരം ഒന്ന് ഉയർത്തി. എല്ലാവരും കരം ഒന്ന് ഉയർത്തിയേ. Could you all lift your hands? ഇവരുടെ മേലേക്ക് ആ ദൈവ സ്നേഹം പകരണമേ അപ്പ. That the love of God would be എല്ലാവരും manifest. ഇവരുടെ മേലേക്ക് അഗാപെറ്റോസ് ആ ദൈവ സ്നേഹം ഒന്ന് പകരണമേ. That the agapetos would fall upon ഇവരുടെ them. പ്രതിസന്ധിയുടെ നടുവിൽ ഇവർ തളർന്നു പോകല്ലേ. That in their hardship they would not be defeated. ഇവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവേ നിരാശപ്പെട്ടു പോകല്ലേ. That in their hardship that they would not be defeated. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കണമേ. Whatever hardship in the hand of God. എല്ലാ യൗവനക്കാർക്കും വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. Parents, could you intercede for your young people? കുഞ്ഞുങ്ങളാരും ഡിപ്രഷനിൽ പോകരുത്. That our children will not fall to depression. കുഞ്ഞുങ്ങളാരും ക്രിസ്തുവിനെ ഡൗട്ട് ചെയ്യരുത്. That our children will not doubt Jesus Christ. atheist ആയി മാറരുത്. That our children will not be ഈ atheists. കുഞ്ഞുങ്ങളൊന്നും ദൈവത്തെ സംശയിക്കരുത്. That our children will not question God. ക്രിസ്തുവിൽ ഇവർ വിശ്വസിക്കട്ടെ. But they would believe. ആ പ്രേമ ബന്ധത്തിലേക്ക് ഇവർ കയറട്ടെ. They would enter into a love relationship. പ്രാർത്ഥനാ മുറിയിൽ ഇവർ സജ്ജരാകട്ടെ. That they would be found in their prayer rooms. പ്രാർത്ഥനാ മുറിയിൽ ഇവർ ദൈവത്തെ വിശ്വസിക്കട്ടെ. That they would believe in their prayer ഓ, rooms. അവർക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. That there's a God who would come down for them. മാതാപിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. Parents, there's a God who comes down for എന്റെ you. പ്രിയപുത്രനായ ദാനിയേലേ, That my beloved Daniel. ചോദ്യമുണ്ട്. ദാനിയേലേ, നീ എന്താ 21 ദിവസം നീ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട്? Daniel, why were you silent 21 days? നീ ഇങ്ങനെ നിന്റെ പ്രിയപുത്രനൊക്കെ ദൈവം വിളിക്കുന്ന നിനക്കറിയാം. ദൈവമായിട്ടുള്ള ബന്ധം ദാനിയേൽ നിനക്ക് നന്നായിട്ട് അറിയാം. Daniel, you know your relationship with God. എന്താ 21 ദിവസമായിട്ട് പിറുപിറുക്കാൻ എന്തുകൊണ്ടാ? 21 days, why did you not grow ദാനിയേൽ bitter? പറയാൻ ഒരു മറുപടി ഉണ്ട്. Daniel will say like this. എന്റെ വടി അടച്ചാലും അതെന്റെ മറുപടിയാണ്. Though God closes the door
door, that's an answer. എത്രയൊക്കെ മനസ്സിലായി? Oh, how many of you എന്റെ വഴി understand that? അടച്ചാലും അതെന്റെ Oh, മറുപടിയാണ്. God closes the എന്റെ door, വഴി it's an തുറന്നാലും answer. അതെന്റെ മറുപടിയാണ്. Open door is an ഇന്ന് answer. പകൽക്കാലം ദൈവത്തിന്റെ ഉത്തരം അങ്ങനാണ്. Today, that is how God കാരണം answers. വഴി അടയ്ക്കുന്ന ദൈവത്തിന് അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. Because if God closes the door, there's a reason. വഴി തുറക്കുന്ന ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു For a ഉദ്ദേശമുണ്ട്. God who opens the door, there's a reason. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെങ്കടൽ എന്ന് And പറയുന്നത്. the greatest example of that is the Great Sea. ദൈവമല്ലേ അവരെ തിരാമേഷ്ടം കൊണ്ടുവന്നത്. Isn't it God who led them thus far? പുറപ്പാട് പുസ്തകം 14 അധ്യായം കാണുന്ന ഒരു വാക്യമുണ്ട്. Exodus 14, there's a verse. അവിടെ ദൈവം അവരോട് പറയാം, നിങ്ങൾ തിരിഞ്ഞ് പീഹഹിരോത്തിനും പീഹഹിരോത്തിനും ഒന്ന് വായിച്ചേ, 14 ഒന്ന് വായിച്ചേ, പുറപ്പാട് 14 Exodus 14. ആ ആ സ്തോത്രം. നോക്കിയേ, ദൈവം അവരോട് പറയുക, നിങ്ങൾ തിരിയണം. ആ വാക്കാദ്യം കണ്ടോ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിന് മധ്യേ ബാൽസഫോ സമീപമുള്ള പീഹഹിരോത്തിന് താഴ്വരയിൽ എന്തിനും പാളയം ഇറങ്ങണം. And he tells the people of Israel to turn back and camp in front of Pihahiroth between Pigdol and the sea. ദൈവം അടയ്ക്കുന്നു തുറക്കുന്നു പറഞ്ഞു വരിക. We're talking about how God opens and ശ്രദ്ധിച്ച് closes. കേൾക്കണം. Listen carefully. നോക്കി അവിടെ ദൈവം പറഞ്ഞു, നിങ്ങൾ തിരിയണം. That he says turn. എന്താ മക്കളെ ടേൺ എന്ന് പറഞ്ഞാൽ? What does it mean to turn? ആണ് ഇങ്ങനെ പോകുന്നതിനകത്ത് ഞാൻ പറയാം, പാസ്റ്റർ ജെറമി ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെയല്ല പോകുന്നത്, അവൻ തിരിഞ്ഞു വരുവാൻ തക്കോണം വഴിയായി That to തീരും. turn back means to go the opposite direction. അപ്പൊ ദൈവമല്ലേ ആ വഴി പറഞ്ഞേ? Isn't it God who reveals that പക്ഷെ way? ചെന്നത് എവിടാ? But where does he go? അറിയാവുന്ന കാര്യം, ചെന്നത് എവിടാ? Where do they go? Tell ചെങ്കടലിന്റെ me. മുമ്പിലേ ചെന്നേ. They go to the sea. കർത്താവേ, ദൈവം പറഞ്ഞിട്ട് പോയതല്ലേ God, you told us to go എന്ന് there. ആദ്യമേ അങ്ങ് വഴി അങ്ങ് കാട്ടി Why തന്നു. didn't you just show the way first? Come on. ആ വഴി അന്നേരം തുറന്നില്ല. He didn't open the door then. അവരെ കൊണ്ട് കാണിച്ചു ശത്രു അവരെ പിന്നാലെ വരുന്നത്. He shows them the enemies behind them. അന്ന് അവർ നിലവിളിക്കുക. And then they cry. അന്നേരം ഒരു ചോദ്യം, And they've been asking. തിരിയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞു, You told us to turn and we ഇറങ്ങാൻ turned. പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങു, And we left when you called us to. എന്നിട്ടും വഴിയില്ല. And yet there's still no എന്നിട്ട് way. കാണിക്കുന്ന ശത്രുവിനെ. And now you're showing us the enemy. പക്ഷെ താഴോട്ട് വായിച്ചു നമ്മൾ കാണാൻ കഴിയുന്ന ഒരു But when you കാര്യമുണ്ട്. read, you see. അവർക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. God opens a door for them. അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. And there's a reason behind that. ഞാൻ ഒന്നുകൂടെ കേറി പറയാം. Let me say it again. ആദ്യം അവർക്ക് വഴി അടഞ്ഞു നിന്നതാ. First the door was അതിനൊരു closed. പദ്ധതിയുണ്ട്. And there's a ആ reason for പദ്ധതി that. എന്താണെന്ന് Do അറിയാമോ? you know what the reason is? ശത്രുവിനെ അവരുടെ പിന്നിലെത്തിക്കണം. To bring the enemy closer to them. ശത്രുവിനെ എന്ത് ചെയ്യണം? അവരെ കാണുക അവരുടെ So പിന്നിലെത്തിക്കണം. that they would see with their eyes the enemy. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാത്രി ദൈവം അവർക്ക് വഴി തുറന്നു. And sometime later that night God opens അതും the door. ദൈവത്തിന്റെ പദ്ധതി. And that was the will of എന്താ God. അതിനകത്തെ പദ്ധതി? What is the reason in that? ആമേൻ. ഇവർ ഇതിനകത്തൂടെ മറുകര കടന്നു. That they must cross through this. പക്ഷെ ആ പദ്ധതിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ And yet when they look back, ഈ ശത്രു ആ വഴിക്ക് വരുന്നു. that enemy is coming through. പക്ഷെ തിരുവചനം വ്യക്തമായി But the പറയുന്നു. word clearly tells. ആമേൻ, സ്തോത്രം. ആ വഴി കൂടെ ഓടി വന്നപ്പോൾ മോശയോട് വീണ്ടും ദൈവം പറഞ്ഞു, ആ കരമുയർത്തുക. എന്താ ചെയ്തത്? കടൽ രണ്ടായി നിന്ന കടൽ വീണ്ടും ഒന്നായി മാറി. And this sea that was split now comes back into one. നിങ്ങൾക്ക് അത് മനസ്സിലായോ? Do you understand? വഴി അടച്ച ദൈവത്തിന്റെ പദ്ധതി. The God who closes door has a കാരണം plan. വഴി അടച്ച ദൈവത്തിന്റെ പദ്ധതിക്ക് ശത്രുവിനെ നിങ്ങൾ അരികിൽ കൊണ്ടുവന്നു. And he wants to do that to bring the enemy എന്നിട്ട് closer. ദൈവം നിങ്ങൾക്ക് വീണ്ടും വഴി തുറന്നു. And God again opens doors for അതും you. ദൈവത്തിന്റെ പദ്ധതി. And that's the അപ്പൊ will of ശത്രു അവിടെ God. പിറകിൽ നിൽക്കുന്നേ ഉള്ളൂ. And so the enemy is still behind. അപ്പൊ ദൈവത്തിന്റെ പുതിയ വഴിയിൽ കൂടെ, തുറന്ന വഴിയിൽ കൂടെ ദൈവം ഇവരെ അങ്ങ് നടത്തി. And God leads them through this new way. എന്നിട്ട് ശത്രു ആ വഴിയിൽ കൂടെ തന്നെ വീണ്ടും നിങ്ങളുടെ പിന്നാലെ ഓടി And വരും. the enemy is also following in the new പക്ഷെ way. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയാമോ? But you know what the will of God is? ദൈവജനം മനസ്സിലാക്കേണ്ടത്, പീപ്പിൾ ഓഫ് ഗോഡ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തുറന്ന വഴിയിൽ കൂടെ പിശാചെ നിനക്ക് അധിക കാലം സഞ്ചരിക്കാൻ പറ്റത്തില്ല. That for God's people to know that the enemy cannot അത് travel the new way കണ്ണാൽ long. കാണേണ്ടതിനാണ് ദൈവത്തിന്റെ പദ്ധതി ആദ്യം തുറക്കാഞ്ഞതും പിന്നത്തിൽ തുറന്നതും. So that the people of God would see he moves accordingly. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ അവർ ആദ്യം അങ്ങ് തുറന്നായിരുന്നെങ്കിൽ ഇതെങ്ങനെ അവിടെ സംഭവിക്കൂ? That if God had immediately opened the Red Sea, would any of this happen? സംഭവിക്കോ? Would it happen? അയ്യോ, സംഭവിക്കത്തില്ല. It would not. കാരണം അവിടെ കാര്യം എന്ന് പറയുന്ന മക്കളെ, ഈ ചെങ്കൽ രണ്ടായി മാറി ഇവർ ഇതിനകത്ത് ഇതിനകത്ത് ഇവർ മുങ്ങിച്ചെത്തു. എന്നിട്ട് ഈ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിക്കും, സമയം വായിക്കുന്നില്ല, ഒത്തിരി ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ഇസ്രായേൽ മക്കള് അക്കരെ കടന്നപ്പോഴുണ്ടല്ലോ, ഈ രഥവും മിസ്രൈം സൈന്യവും ഒക്കെ മുങ്ങിയത് ചത്തവരുടെ ജഡം അല്ലെങ്കിൽ മരിച്ചവരുടെ ജഡം ഇവർ അക്കരെ കണ്ടെന്ന. That it says there that the dead bodies of the Egyptians were found on the shore. ഞാൻ കൊല്ലത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. That I live in Kollam. ഞങ്ങളുടെ ബീച്ചുണ്ട്. That there's a beach there.
ഒരു വ്യക്തി അതിനകത്ത് പോയി കഴിഞ്ഞാൽ And if one goes in the water, ആമേൻ 2-3 ദിവസം കിട്ടിയില്ലെങ്കിൽ 3 ദിവസം എടുക്കും അത് പൊങ്ങാൻ. then it takes 3 days for that body to be കടലിൽ retrieved. പോയി കഴിഞ്ഞാൽ സ്വാഭാവികം മെജോറിറ്റി കിട്ടാറില്ല. Many bodies cannot be found in that പക്ഷെ beach. എന്റെ ചോദ്യം, ഇവർ അക്കരെ കടന്നപ്പോൾ ഈ മരിച്ചവരെങ്ങനെയാ അവിടെ എത്തി? And how is that if they get to one shore, the dead bodies are on the other shore? ഞാൻ പറഞ്ഞ മനസ്സിലായോ? Do you understand? മരിച്ച് പൊങ്ങാൻ 3 ദിവസം വേണ്ടേ? It doesn't take 3 days for it to come out. പക്ഷെ ഇവർ ഇവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്ത നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുക്കണം. That I need you to 14 അധ്യായം ഒന്ന് എടുത്തേ. Exodus 14. എക്സോഡസ് 14 ഒന്ന് എടുത്തേ. ആ ആ അമ്മാമ എത്രാം വാക്യം? 30. Then the Lord saved Israel that day from the hand of the Egyptians, and Israel saw Egyptians dead on the seashore. ആമേൻ. കണ്ടോ? ഇങ്ങനെ യഹോവ ആ ദിവസം മിസ്രൈമിലെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. നിങ്ങൾ അങ്ങനെ ലോജിക്കലും ചിന്തിച്ചേ. Think about that logically. ആദ്യം പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വഴി തുറന്നില്ല, ഞങ്ങളെ കൊല്ലുവാനാണ് ഇവിടെ കൊണ്ടുവന്നത്. First they said, did you bring us out here to die? നമ്മളെപ്പോലെ അവർ സംസാരിച്ചു. That they spoke like this. ദൈവം പിന്നെ വഴി തുറന്നു. And then God opens doors for them. സ്തോത്രം. പിന്നെ ദൈവം കാണിച്ചു, ഇന്ന് കണ്ട മിസ്രൈമിനെ മേലാലും കാണത്തില്ലെന്ന് ഇവരെ ഉറപ്പ് വരുത്തുവാൻ തക്കവണ്ണം ആ സയൻസിന് അസാധ്യമായിട്ടുള്ള സംഭവത്താൽ അവരെ എന്ത് ചെയ്ത് അവർ ചത്തവരെ മുൻപിൽ കൊണ്ടു നിർത്തി. And to reveal this miracle, God brings the dead bodies to their feet. ഇന്ന് പല എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Believe. അടഞ്ഞ വഴികൾക്കായി സ്തോത്രം എത്ര പേർക്ക് Can we പറയാൻ thank കഴിയും? God for His ways? തുറക്കുന്ന അസാധ്യ വഴികൾക്കായി എത്ര Thank പേർക്ക് God സ്തോത്രം for the പറയാൻ ways കഴിയും? He opens. ഓക്കേ, വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. അവൻ ദാനിയേലെ ഭയപ്പെടേണ്ട എന്ന് പറയുക. He says, Daniel, do not be afraid. പ്രിയപുത്ര ദാനിയേൽ ഭയപ്പെടേണ്ട. Daniel, do not be ദാനിയേൽ ചാപ്റ്റർ afraid. 10 verse 12 നോക്കിക്കേ. Daniel chapter 10 verse നീ 12. തിരിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ മുൻപാകെ നിന്നെ താഴ്ത്തണ മനസ്സ് വെച്ച ആദ്യ ദിവസം തന്നെ ഞാൻ കേട്ടിരിക്കുന്നു. That I've heard you from the beginning itself, from the first day. മക്കളെ, അതിന്റെ പാഷൻ ട്രാൻസ്ലേഷൻ പ്രകാരം ഡാനിയേൽ, do not be afraid, for I have come to bring to you the answer to your prayer. Agapetos. Agapetos. എൻ്റെ പ്രിയപ്പെട്ടവരെ, My beloved. നിങ്ങൾ ഏത് വിഷയത്താൽ വിശുദ്ധൻ പ്രാർത്ഥിക്കാനിരിക്കുന്നു അതിന്റെ മറുപടി ഓൾറെഡി സ്വർഗ്ഗം അയച്ചിട്ടുണ്ട്. That whatever prayer that the saint has, God has answered that. അതുകൊണ്ട് പ്രാർത്ഥന മുറി നിരാശയുടെ മുറിയാകരുത്. So your prayer room should not be one of sorrow. പ്രാർത്ഥന മുറി നിരാശയുടെ മുറിയാകരുത്. Your prayer room should not be one of sorrow. ഒരുപക്ഷേ ആമിഷ് ദീർഘമായി 25 വർഷങ്ങൾ അബ്രഹാം കാത്തിരുന്നതുപോലെ കാത്തിരിക്കേണ്ടി വരും. Maybe you have to wait like Abraham for 25 years. 17 വർഷം യോസഫ് കാത്തിരുന്നതുപോലെ കാത്തിരിക്കേണ്ടി Joseph വരും. waited 17 years. 10 വർഷം ഞങ്ങൾ കാത്തിരുന്നതുപോലെ ഒരുപക്ഷേ കാത്തിരിക്കേണ്ടി We വരും. had to wait 10 years. പക്ഷേ ഒരുപക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ Yeah, പറയാം. let me say one thing in the spirit. ദൈവം ആ മറുപടികളെ അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. God that day wrote those എന്ന് dates. പ്രാർത്ഥിക്കാനിരിക്കുന്നു അന്ന് നമ്മുടെ മറുപടി ദൈവം The day you അയച്ചതാണ്. submitted to Him, the day He has അത് written that തക്ക date. സമയത്ത് നമ്മുടെ കരങ്ങളിലേക്ക് ലഭിക്കുന്ന വിശ്വസിയ കരങ്ങളെത്തി നന്ദി പറഞ്ഞു. Can we thank God that in due time He reveals it? അപ്പോൾ നോക്കിക്കേ, ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവം പറയും, എൻ്റെ പ്രിയപുത്രൻ നീ പ്രാർത്ഥിച്ചത് ഞാൻ അയച്ചു. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ 13-ാം വാക്യം വേഴ്സ് 10 വേഴ്സ് 13, പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായി മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. The prince of the kingdom of Persia withstood me 21 days, but Michael, one of the chief priests, came to help me. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, The one thing we can understand, ആത്മമണ്ഡലത്തിനകത്ത് യുദ്ധം ചെയ്യുന്ന ഒരു വിശുദ്ധൻ ഒറ്റയ്ക്കല്ല. that the saint who is waging war is not alone. സ്തോത്രം. Amen. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനു വേണ്ടി നിങ്ങൾ പോരാടുമ്പോൾ That when you intercede for your prayer അതിന്റെ request, മറുപടികൾ വന്നാലും വന്നില്ലെങ്കിലും ആമേൻ സ്തോത്രം, അതിനുവേണ്ടി പോരാടുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. answered prayer or not, you are not alone in that. നിങ്ങൾക്ക് വേണ്ടി ദൈവം ദൂതനെ അയക്കും. The God sends His angel for you. ഒന്നുകൂടെ പറയാം, ആർക്ക്? പ്രധാന ദൂതനെ അയക്കും. The God sends the chief angel എന്തിനു there. വേണ്ടിയാ? Why? നിങ്ങളുടെ മറുപടികൾ സുരക്ഷിതമായി നിങ്ങളുടെ കരങ്ങളിലേക്ക് That the എത്താം. hand over the answer well. ഫസ്റ്റ് ഓഫ് ഓൾ നാം മനസ്സിലാക്കേണ്ടത്, ഐ ആം കണ്ടന്റിംഗ് ഫോർ മൈസെൽഫ്. First, we need to understand I'm contending for myself. നമ്മുടെ വിഷയത്തിനു വേണ്ടി നാം ആത്മയുദ്ധം ചെയ്യാൻ We തയ്യാറാകണം. must be ready to wage war for എങ്കിലേ അടുത്ത ourselves. ആളിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. Then only can we go to the next person. നമ്മൾക്ക് വേണ്ടി നമ്മൾ ആത്മയുദ്ധം ചെയ്യണം. That we must wage war for വീണ്ടും ourselves. പറഞ്ഞ, ആത്മയുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല.
That when we wage war, we are not alone. നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ എന്റെ ദൈവമായി That we send, God sends angels for you. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How does believe that? എനിക്കറിയാം ഇതിനകത്ത് അങ്ങനെ അനുഭവം ഉള്ളവർ ഇതിനകത്തുണ്ടെന്ന് And എനിക്കറിയാം. I know there are many who have experienced അങ്ങനെ this. ഉള്ളവർ ഞാൻ ഇതിനകത്ത് That സംസാരിച്ചിട്ടുണ്ട്. I've spoken to them. അങ്ങനെ അനുഭവം ഉള്ളവർ ഇതിനകത്തുണ്ട്. There are people like that ആമേൻ. here. ആത്മാവാണ് യുദ്ധം ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. That there are people who wage war in ഇന്ന് the prayer പകൽക്കാലം ആ room. ഒരു പകർച്ച എല്ലാവരുടെ മേലും പകരപ്പെടട്ടെ. That may that come upon all the people. ദൈവമായിട്ടൊരു ആഴത്തുള്ള ബന്ധത്തിനകത്ത് കയറി May പോകട്ടെ. they enter a deep relationship. യേശുവിന്റെ In the നാമത്തിൽ name of Jesus. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? Today, how does desire എന്റെ that? കൂടെ പ്രാർത്ഥന മുറിക്കകത്ത് അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഒരു ദൂതൻ എനിക്ക് വേണമെന്ന് എത്ര പേർക്ക് That to ആഗ്രഹമുണ്ട്? say, Lord, send me an angel who will wage war with me. ഒരു വിശ്വത്തിന്റെ പ്രാർത്ഥന മുറി കയറുന്ന കണ്ടോ? Do you see how one enters the prayer room? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? Believe. How is your relation with the നിങ്ങൾ Lord? ആ ബന്ധത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അസാധാരണ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത റലത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതനെ That അയക്കും. God sends His angel for you. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയാത്ത റലത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരെ In the അയക്കും. realm you cannot wage war, God sends His angel for you. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം പെന്തക്കോസ്തരായിട്ടുള്ള ദൈവമക്കൾക്കെല്ലാം പലപ്പോഴും ഇതിന്റെ ഒന്നും നമുക്കിത് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. And us as Pentecostals, we can't experience or fathom this all കാരണം the way. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ കേറിയിട്ടില്ല. That beyond a limit we haven't gone in our prayer എന്ന് life. പറഞ്ഞാൽ കണ്ണുനീരുണ്ട്, Meaning there's പക്ഷേ tears, ആത്മയുദ്ധമില്ല. but there's no one to wage war. അർത്ഥം മനസ്സിലായോ? Do you understand? കാരണം നമ്മളെ കണ്ണുനീര് വന്നാൽ നമ്മൾ എന്തോ അങ്ങ് തൃപ്തിപ്പെട്ടു പോവുകയാണ്. That somewhere when we see our own tears, we're പക്ഷെ satisfied. യുദ്ധം അതല്ല. But that isn't waging war. ആത്മയുദ്ധം എന്ന് പറയുന്നത് സ്തോത്രം നമുക്കത് ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും നമുക്കതിന് മനസ്സിലാക്കാൻ Spiritual കഴിയും. warfare we experience in our bodies and our പക്ഷെ minds. ഒരു കാര്യം ഞാൻ ആത്മാവിൽ Yet പറയാം, let me say one thing in the spirit. അൾട്ടിമേറ്റ് ജയം ദൈവമല്ല. Ultimate victory is in the child of എത്ര God. വിശ്വസിക്കുന്നുണ്ട്? How does believe that? ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. That it's something I've said before. പക്ഷെ നിങ്ങളുടെ എൻകറേജ്മെന്റ് വേഗത്തിൽ ഞാൻ വീണ്ടും As an പറയും. encouragement, let me share with you again. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വാക്യങ്ങൾ പാമ്പിനെയും തെലുഷത്തും സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ ആത്മാവിൽ ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ട് ഞാൻ. That as an authority, you should trample over those things. പക്ഷെ ചെവിയിൽ കേട്ടൊരു ശബ്ദമുണ്ട്, അയ്യോ എന്നെ ചവിട്ടല്ലേ, ഞാൻ പൊയ്ക്കോളാമേ ഞാൻ കേട്ടിട്ടുണ്ട്. That I've heard in my ear, don't trample on me, I'll move. ആമേൻ. ഇരുപത്തുള്ള വാളിനേക്കാളും അസ്ത്രങ്ങളെ പ്രാണം തുളച്ച ദൈവം ചെന്ന വാളുകൊണ്ട് ആത്മാൽ വെട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. That just say that I'm canceling you in the double. അയ്യോ വെട്ടല്ലേ, ഓടിപ്പൊയ്ക്കോളാമാന്ന് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. That I've heard in my ear, oh let me go away. ആമേൻ. It's okay. അനുഭവത്തെ കണ്ണിക്കാൻ ആർക്കും കഴിയത്തില്ല. That none can do this. ആമേൻ. സ്തോത്രം. എന്റെ ടെസ്റ്റിമണിയാ അത്. That this is my testimony. അതല്ലെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. None can say against. ഞാൻ ദൈവത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്. I'm saying this in the പക്ഷെ presence ഇന്ന് of God. പകൽക്കാലം ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു But പറയാം, let me say in the spirit. ആത്മയുദ്ധം ചെയ്യുന്ന വിശുദ്ധ നിങ്ങൾ ഒറ്റയ്ക്കല്ല. That saint who is waging war, you are not alone. ഫെയ്ത്ത് ടാബർനാക്കിലെ വിശുദ്ധന്മാരെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. In the tabernacle saints, you are not alone. നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂത സൈന്യമുണ്ട്. That there is an angelic army with നിങ്ങളുടെ you. കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂത സൈന്യമുണ്ട്. There is an angelic army with you. എനിക്കൊരു ആഗ്രഹം, നിങ്ങൾ ഒത്തിരി കൈയടിച്ചില്ലെങ്കിലും ഒത്തിരി ആരാധിച്ചില്ലെങ്കിലും ആമേൻ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും പ്രാർത്ഥനയൊക്കെ ചെയ്യേണ്ടതൊക്കെ അധികമായി നിങ്ങൾ ചെയ്യണം. ഞാൻ അതും ആഗ്രഹിക്കും. പക്ഷേ അതിനേക്കാൾ എല്ലാം മുകളിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് യുദ്ധം ചെയ്യുന്നവരായി ഞാൻ നിങ്ങൾ The മാറും. more than your worship and singing, what I desire for you is you to wage war in your prayer rooms. ഓ ജീസസ്. ഒരു സ്പിരിച്വൽ വാർഫെയർ. It's a spiritual warfare. ആമേൻ. ഈ സ്പിരിച്വൽ വാർഫെയർ ഒരു സംഭവം ഞാൻ പറയാം. I'm speaking about spiritual warfare. ഈ അത് സ്തോത്രം ഞാൻ ബൈബിൾ വായിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോയ ശമൂവേല് ശൗലിനടുത്ത് പറഞ്ഞ കാര്യമാണ്, നീ അമാലിയക്കിനെ ഉന്മൂലനാശം ചെയ്യണം. That Samuel tells Saul that you need to spread out the Amalekites. ഈ അമാലിയക്കിനെ ഉന്മൂലനാശം ചെയ്യും. പക്ഷേ ഇവനെല്ലാം അമാലിയക്കിനെ കൊന്നു. And he kills all the Amalekites. പക്ഷേ ശമൂവേൽ ചോദിക്കുക, നീ എല്ലാം ഉന്മൂലനാശം ചെയ്തോ? And Samuel's asking, did you wipe them out? പക്ഷേ ഇവൻ പറഞ്ഞു എല്ലാം ചെയ്തെന്ന് പറഞ്ഞു. And he says, yeah, I did it. പക്ഷേ അവിടെ കാണാൻ കഴിയും, അവിടെ നോക്കുമ്പോൾ ഈ കാളകളുടെ മുക്കറ അങ്ങനെ മുക്കറ എന്ന സൗണ്ടൊക്കെ അവിടെ കേൾക്കുകയാണ്. എന്താണ് ഈ കാളകൾ ഓക്സ് ഒക്കെ കരയുന്ന ശബ്ദം കേൾക്കും. And you can hear the cry of the അപ്പം ox. ചോദിച്ചു ഇതെന്താണ്? And then Samuel asked, what's that? ശമൂവേൽ ഇതെന്താണ്? Samuel's asking, അപ്പം what's that? ശൗല് പറഞ്ഞൊരു കാര്യമുണ്ട്. Saul says ഞാൻ സ്പിരിച്വൽ വാർഫെയർ സാധനം പറഞ്ഞു Talking about spiritual warfare. ആമേൻ. ശൗല് പറഞ്ഞൊരു കാര്യമുണ്ട്. Saul says, അതായത് അതിനെ തടിച്ചതും കൊഴുത്തതുമായിട്ടുള്ളതിനെയൊക്കെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്ത യാഗമർപ്പിക്കാൻ ഞാൻ that which is കൊണ്ടുവന്നേ. good and fatted I wanted to give to the Lord. പക്ഷേ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, And we see something there. അവന്റെ രാജ്യത്വം അവിടെ കൊണ്ട് തീരുകയാണ്. That there his kingship അവന്റെ ends. കിങ്ഷിപ്പ് തീരുകയാണ്. Kingship ends there. ഞാൻ പിന്നത്തിലൊക്കെ സംസാരിക്കും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, വേഗത്തിൽ And പറഞ്ഞു I'm just പോകുന്നത്. quickly sharing these
these things. എന്നിട്ട് പക്ഷേ ദൈവം എന്താണ് പറഞ്ഞത്? അമാലിയേക്കിനെ കൊല്ലണമെന്ന് പറഞ്ഞേ, God says to ഉന്മൂലനാശം kill the ചെയ്യണമെന്ന്. Amalekites, to plunder പക്ഷേ them. ശൗൽ ഫെലിസ്തീനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവസാനം പിടിക്കപ്പെടും എന്നൊരു കണ്ടീഷനിലേക്ക് ശൗലെത്തി. And there's a condition that Saul is captured. പക്ഷെ അവസാനം അറിയാമോ ആരുടെ തന്നെത്താനെ വാളുകൾ കുത്തിയെങ്കിലും ആരുടെ കയ്യാല കൊല്ലപ്പെടുന്ന അറിയാമോ? And do you know by whose hand he is killed? അഗാഗനായ അമാലിയേക്കിന്റെ കയ്യാല. The Amalekites. അപ്പോൾ ദൈവം ആത്മമണ്ഡലത്തിനകത്ത് യുദ്ധം ചെയ്യുവാൻ ഒരുവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവസഭയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആത്മാവിൽ അത് യുദ്ധം ചെയ്യുക തന്നെ വേണം. If we are commanded to wage war in the spiritual realm, we have to do that. ഇല്ലെങ്കിൽ ഇതേ ശത്രു നിങ്ങളെ തകർത്തിരിക്കും. Otherwise, that same enemy will take over you. അത് യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും തകർത്തിരിക്കും. Whether you wage war or not, it'll ആ consume സ്പിരിച്വൽ you. വാർഫെയർ സംഭവം മനസ്സിലായോ? That is what spiritual warfare you understand. പാപത്താൽ പിടിക്കപ്പെട്ടു പോകും. That you'll be captured by sin. ഇന്ന് പകൽക്കാലം പാപത്താൽ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ So that you should not be captured by sin. ആത്മാവിൽ അമാലിയേക്കിനോട് യുദ്ധം ചെയ്യുക. That you wage war. നമ്മെ തകർക്കുന്നതിനോട് യുദ്ധം ചെയ്യുക. You wage war with the one who defeats you. ദൈവമായിട്ടുള്ള ഡീപ്പ് റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും. After having that relationship, you wage war. നിങ്ങൾക്ക് വേണ്ടി ദൂതനെ ദൈവം ഇറക്കും. God sends his angel for you. എന്നിട്ട് യുദ്ധത്തെ ജയിക്കുവാനിടയായി തീരും. And then you'll be victorious. ഓക്കെ, ഞാൻ മുൻപോട്ട് I'll പോകുന്നു. quickly keep ഓക്കെ, going. ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം, What we see here, പൗലോസ് ഈ നിലവാരത്തിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. Paul is praying on this level. പാട്ടുകാരുടെ സമയത്തിന് കയറി പറഞ്ഞേ ആമേൻ, സ്തോത്രം. ഓക്കെ, പൗലോസ് ഈ നിലവാരത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു. And Paul is praying like this. അപ്പൊ പൗലോസ് നീ എങ്ങനെ ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയിൽ കയറി വന്നേ? Paul, how do you enter this contending prayer? പൗലോസിന്റെ ജീവിതം എങ്ങനെയായിരുന്നു And Paul's തുടങ്ങിയത്? life, how was നമ്മൾ it? പറയും ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച പൗലോസിന്റെ ജീവിതം തുടങ്ങിയത്. That from Damascus, Paul's life starts. പക്ഷെ ഞാൻ പറയും അങ്ങനെയല്ല, അവിടുന്ന് ഒരു സ്റ്റെപ്പ് കൂടെ കടന്നിട്ടുണ്ട്. I'll say no, it's another step. അപ്പോസ്തല പ്രവൃത്തി 9-12 വാക്യം. Acts chapter 9, verse 12. എന്താണ്? What does it say? ഇല്ല മാമേ, അതിന് മുമ്പ് ഒരു വാക്കുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നു. യെസ്, മതി, അതാണ് വാക്ക്. ആരാ? പൗലോസ്. We see Paul pray here. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ശോഭയാൽ ദൈവത്തിന് എൻകൗണ്ടർ ലഭിച്ചതിന് ശേഷം അവൻ ആദ്യം ചെയ്ത വിഷയം എന്തെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുന്നു. And the first thing after an encounter with the Lord is that he prayed. അപ്പോൾ ഒരു ചോദ്യം, ഈ ഒരു സിമ്പിൾ പ്രാർത്ഥനയിൽ നിന്ന് ഒരു സ്തോത്രം ഇങ്ങനെ ഒരു ആത്മാവിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കയറാൻ കാര്യം എന്താ? And how is it that from a simple prayer he enters the war room? സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്. There's much to say here. തീരത്തില്ല. ഓക്കെ, അവിടെ ഒറ്റ കാര്യം ഇങ്ങനെ പറയാം, ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആമേൻ. പൗലോസിന് ഒരു കാര്യം മനസ്സിലായത്, Paul understands one thing. യേശുവിനെ കൂടുതൽ അറിയുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താണ്. That you learn more of Jesus in the prayer room. താൻ ആ പ്രാർത്ഥനാ മുറിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനിടയായി. And he decides to spend time there. നിങ്ങൾ അത് ഞാൻ ഒന്നുകൂടെ ഒരിക്കൽ ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിച്ച് വിട്ടതാണ്. അവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു നിലവാരത്തിനകത്തേക്ക് പൗലോസ് മാറി. പൗലോസ് പ്രാർത്ഥനയിലേക്ക് കയറി. That Paul enters into prayer. പൗലോസ് പ്രാർത്ഥനയിൽ കയറി കഴിഞ്ഞപ്പോൾ താൻ ഒറ്റയടിക്ക് ശുശ്രൂഷയ്ക്കായി പോയതല്ല. He doesn't simply enter ministry. ഗലാത്യ ലേഖനം 1-ാം 15, 16, 17 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. Galatians 1 verses 15, 16. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, അർത്ഥാൽ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചുള്ള എൻകൗണ്ടർ പ്രസാദിച്ചപ്പോൾ, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും പിന്നെ ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അർത്ഥാൽ താൻ 3.5 വർഷം താൻ എന്ത് ചെയ്യുന്ന മോനെ ഒരു ദൈവവുമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള ബന്ധത്തിനകത്തായി. Meaning for 3 years he was alone with the Lord. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഫെലോഷിപ്പ് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുവാൻ താൻ സമയം കണ്ടെത്തി. That he sought time to enjoy. ഇതുകൊണ്ടാണ് യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും വ്യക്തമായ ഒരു കാര്യം ഇപ്രകാരം പറയുന്നത്. When Jesus teaches about prayer, he നിങ്ങൾ says പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് കുറ്റിയിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. that when you pray, close the door and lock it. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം തന്റെ ജീവിതത്തിനകത്ത് കാണാൻ കഴിയും. ഇന്നലെ ജോഷു പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് മത്തായി സുവിശേഷം കാണാൻ കഴിയും. സുവിശേഷത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സീക്രട്ട് ലൂക്ക് ചാപ്റ്റർ 4:24 കാണാൻ കഴിയും, 42 കാണാൻ കഴിയും. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട in very early morning he went to the solitary place.
that we see very early morning he went to the solitary place. എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും ഒറ്റയ്ക്ക് യേശുക്രിസ്തു എപ്പോഴും ദൈവമായിട്ട് ഫെലോഷിപ്പ് ഒറ്റയ്ക്ക് സമയം കണ്ടെത്തുവാൻ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടായി. Meaning he always saw time to be alone with the Lord. ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, നിങ്ങൾ ദൈവത്തിൽ സമയം കണ്ടെത്തണം. That you and I who want to wage war must find time for the secret എന്തിനു place. വേണ്ടി സമയം കണ്ടെത്തണം? Find time for what? ഞാൻ അഗാപേറ്റോസ് ദൈവമായിട്ടുള്ള ബന്ധം അങ്ങനെ. That I must enter that agapetos. ആമേൻ. ആ പ്രേമബന്ധം മനസ്സിലാക്കിയാൽ ഞാൻ പോയിരിക്കും. That if I have the revelation of love, I'll go. ഞാൻ പ്രാർത്ഥനാ മുറി കയറിയിരിക്കും. I'll enter the prayer room. എനിക്ക് ആ ഫെലോഷിപ്പ് ഭയങ്കര ഇഷ്ടം. I desire that friendship. എനിക്ക് ആ ഫെലോഷിപ്പ് ഭയങ്കര I ഇഷ്ടം. desire that fellowship. എത്ര പേർക്ക് ആ ഫെലോഷിപ്പ് ഇഷ്ടമുള്ള How എത്ര many പേരുണ്ട്? desire that? ആ ഫെലോഷിപ്പ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? How many desire that? ഓ ജീസസ്. ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തിന് എത്ര പേർ കൊതിക്കുന്നുണ്ട്? How many desire an anointing of prayer? കർത്താവേ, Lord, എങ്ങനെ ദൈവത്തിന് എനിക്ക് എന്റെ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ എങ്ങനെ എന്റെ മേൽ പകരാൻ കഴിയും? how can I receive the anointing of prayer? യൗവനക്കാരെല്ലെങ്കിൽ എങ്ങനെ എന്റെ മേൽ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ പകരാൻ കഴിയും? Young people, listen. How can I receive the anointing of prayer? മാതാപിതാക്കൾ എങ്ങനെ പകരാൻ കഴിയുന്നത്? Parents, how is it possible? കർത്താവ് പറയാ, ഞാനുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് കയറാൻ നിങ്ങളൊന്ന് തയ്യാറാണോ? And the Lord is asking, are you ready to enter into a relation with നിങ്ങൾ me? എന്റെ അരികിലേക്ക് അടുത്തു വരും, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് അടുത്തു വരാമെന്ന് പറയുന്നത്. He says, if you draw near to me, I will draw near to you. ഇതുപോലെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many desire that? കാരണം കല്ലറ കൊണ്ട് ഒതുങ്ങിപ്പോയ കർത്താവല്ല നമ്മുടെ കർത്താവ്. That our Jesus is not one who was finished in the grave. ഉയർപ്പിന്റെ ജീവൻ നമ്മുടെ കരത്തിലുണ്ട്. But the power of resurrection is in him. ഉയർപ്പിന്റെ ജീവൻ നമ്മുടെ കരത്തിലുണ്ട്. But life of resurrection is അങ്ങനെയെങ്കിൽ in him. നിങ്ങൾ ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ അടിഞ്ഞു കിടക്കുന്ന വ്യക്തിയായിരിക്കും. So you may be down in your prayer room. പക്ഷേ നിങ്ങളുടെ ഉയർപ്പിന്റെ ജീവനാൽ നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന് But കഴിയും. God can resurrect you. There is ഇതുപോലെ എത്ര പേർക്ക് resurrection ആഗ്രഹമുണ്ട്? power. How many desire that? എന്റെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ 5-ാമത്തെ ദിവസം പകരണമെന്ന് How ആഗ്രഹമുള്ളവർ many desire a power of prayer on this 5th day? ദിവസം എഴുന്നേറ്റ് നിന്ന് Church, would you rise?